കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി. മന്ത്രി പി പ്രസാദ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ RKI, RIDF 26, RIDF 27 എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുന്ന ടിഷ്യൂ കൾച്ചറൽ ലാബ്, ഗസ്റ്റ് ഹൗസ്, ട്രെയിനിംഗ് സെന്റർ, പ്രോഗ്രാം യൂണിറ്റ്, ഫാമിന്റെ ഫോട്ടോഗ്രാഫിക് സർവേ ലൈസൻസ് ക്യാമറകളും ചെക്ക് ഡാം എന്നിവയുടെ ഉദ്ഘാടനം കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഓൺലൈനായി നിർവഹിച്ചു. നവീന സാങ്കേതിക വിദ്യകളുടെ തോട്ടങ്ങൾ തുടങ്ങിയവ കർഷകർക്ക് പരിചയപ്പെടുത്താനുള്ള സൗകര്യം ഫാമുകളിൽ ഒരുക്കി നൽകിക്കൊണ്ടിരിക്കുന്നു. ഫാമുകൾ തിരികെ ഫാം ഫെസ്റ്റുകൾ ആസൂത്രണം ചെയ്യുകയും അഗ്രി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഫാമുകൾ ഭൂമിയുടെ അതിരുകൾ തിട്ടപ്പെടുത്തുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികളുമായി ഫാമിന്റെ സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്ന നടപടികളും നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റു വകുപ്പുകൾക്കോ ഏജൻസികൾക്കോ കാർഷിക ആവശ്യങ്ങൾക്കായി ഫാമുകളുടെ ഭൂമി കൈമാറ്റം ചെയ്യുകയില്ല എന്ന തീരുമാനവും നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഫാമുകൾ, കൃഷിത്തോട്ടങ്ങളെ എങ്ങനെയായിരിക്കണം പ്രത്യേകമായി കരുതി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുമെല്ലാം അദ്ദേഹം വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം രാധാകൃഷ്ണനോട് സൂചിപ്പിക്കുകയായിരുന്നു, പുതിയ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഒരു വലിയ പരിപാടി, ഒരു വലിയ വികസനം ആദ്യഘട്ടത്തിൽ തന്നെ അതിവിടെ പൂർത്തീകരിച്ച ആ ഒരു പരിപാടിയാണ് ഇന്നിപ്പോ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ ജോജോ C പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ദീപ TO, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിൻഡ ജേക്കബ്, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, KLDC ചെയർമാൻ സത്യനേശൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈജോ പറമ്പി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവശ്രീ മധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ റഹ്മത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.